ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇവിടെ കാണിക്കുന്നത്. പൊട്ടറ്റോ ഗ്രീൻ പീസ് കറി. ഇതിലൊരു കാര്യം ഞാൻ ചേർക്കുന്നുണ്ട്, വീഡിയോ ഫുള്ളും കണ്ടാൽ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. ഗ്രീൻ പീസ് തലേദിവസം രാത്രിയെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചു. അത് കുക്കറിലിട്ടിട്ട് അത് ഒരു 4-5 വിസിൽ കേൾക്കുന്നവരെ വേവിച്ചെടുക്കുക. ഗ്രീൻ പീസ് വേവുന്നതിനിടയിൽ നമുക്ക് കുറച്ച് ജോലികളുണ്ട്, അതെല്ലാം ചെയ്യാം. അതായത് ഒരു മിക്സിയുടെ ജാറിലെടുത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയെടുക്കണം. അതിനുശേഷം ഞാൻ 3 ഉരുളക്കിഴങ്ങും 1 സവാളയും 2-3 പച്ചമുളകും കൂടെ വൃത്തിയായി കഴിയതിന് ശേഷം അത് എല്ലാം കട്ട് ചെയ്ത് വയ്ക്കുക. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പത്തിനും പിന്നെ ചപ്പാത്തിക്കും പുട്ടിന് എന്ത് വേണോ ഇത് ഈ കറി ഉപയോഗിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉരുളക്കിഴങ്ങും പച്ചമുളകും സവാളയെല്ലാം അരിഞ്ഞ് വെച്ചതിന് ശേഷം ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലിട്ട് അതൊന്ന് പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റുക. അതിന് ശേഷം പച്ചമുളകും അതും ഒന്നിട്ട് ശകലം ഒന്ന് അതിൻ്റെ പച്ചച്ചുവ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റും. അതിനുശേഷം അരിഞ്ഞ് വെച്ചിരുന്ന സവാള ഇതിലേക്കിട്ട് അതും ഒന്ന് വഴറ്റും. പെട്ടെന്നൊന്ന് വാടി വരാനായിട്ട് ഒരു കുറച്ച് ഉപ്പും കൂടെ അതിലേക്കിട്ട് അതൊന്ന് വഴറ്റുകയാണ് ചെയ്യുന്നത്. ഉള്ളി വെന്തതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ അതിലേക്കിട്ട് അതൊന്ന് ഇളക്കി ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് ഒന്ന് അടച്ചിടുക, അത് വേവുന്നതിന് വേണ്ടി. അതിനുശേഷം പൊട്ടറ്റോ വെന്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് മസാല, അതൊരു 1/2 സ്പൂൺ മസാലയും പിന്നെ ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് അത് വീണ്ടും ഇളക്കുക. വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ കറി തയ്യാറാക്കാം. ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. കുക്കറിൽ വേവാൻ വെച്ചിരുന്ന ഗ്രീൻ പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്കിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വീണ്ടും അടച്ചിടും. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ, ഒരു കാര്യം ഇതിൽ ചേർക്കുന്നുണ്ട്, അത് പശുവും പാലാണ്. അത് വൃത്തി തിളപ്പിച്ച ശേഷം ഇതിലേക്ക് ഞാൻ ഒഴിക്കുകയാണ് ചെയ്യുന്നത്.
തേങ്ങാപ്പാൽ ഉപയോഗിച്ചില്ല, അതിന് പകരം പശുവും പാലാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചത്. പിന്നെ ഉപ്പില്ലെന്നുണ്ടെങ്കിൽ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ട്, ഉപ്പില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ അതിലേക്ക് ആഡ് ചെയ്യും. അതിനുശേഷം കയ്യിൽ കുറച്ച് മല്ലിയില ഉണ്ടാകും, അതും ഇട്ട് കറിവേപ്പില. ഇവിടെ കറി റെഡി ആയിട്ടുണ്ട്. ഗ്രീൻ പീസ് കറി, പൊട്ടറ്റോ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഈ വീഡിയോ ഫുള്ളും കണ്ടതിന് ശേഷം സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.